കൂട്ടുകാരെ, ഇന്ന് നമുക്ക് നല്ല തക്കാളി രസം ഉണ്ടാക്കിയാലോ? അമ്മ സ്പെഷ്യലാണ്. അപ്പോൾ എങ്ങനെ ചെയ്യുന്നതെന്ന് നോക്കാം, വായോ. ആദ്യം നമുക്ക് ആവശ്യമുള്ള പുളി കുറച്ച് നേരം വെള്ളത്തിയിട്ട് കുതിരാൻ വയ്ക്കാം. അതിനുശേഷം ഒരു പാൻ വെച്ചിട്ട് എണ്ണ ഒഴിച്ച് കടുകും വറ്റൽമുളകും ഇട്ട് ഒന്ന് പൊട്ടിക്കാം. അതിനുശേഷം ഇതിനകത്തേക്ക് 2 വലിയ തക്കാളി അരിഞ്ഞതിട്ട് കൊടുക്കാം. എന്നിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ട് ഇതൊന്ന് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് നമുക്ക് വേവിക്കാൻ വയ്ക്കാം. നന്നായിട്ട് ആ തക്കാളി വെന്ത് ഉടഞ്ഞ് നമുക്ക് കിട്ടണം. അതാണ് അതിൻ്റെ പരുവം. അത് കഴിഞ്ഞിട്ട് ഇതിനകത്തേക്ക് നന്നായിട്ട് മിക്സ് ചെയ്തതൊക്കെ ഈ ഉടഞ്ഞതിന് ശേഷം നമുക്ക് പൊടികൾ ആഡ് ചെയ്ത് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, ഒരു 1/4 ടീസ്പൂൺ മല്ലിപ്പൊടി, പിന്നെ അതൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം കുറച്ച് ഉലുവാപ്പൊടിയും പിന്നെ 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ആഡ് ചെയ്തിട്ട് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരത്തെ എടുത്ത് വെച്ച പുളിയുടെ വെള്ളമില്ലേ, അത് നന്നായിട്ട് പുളി പിഴിഞ്ഞ് വെള്ളം എടുത്തിട്ട് അതും കൂടി ഇതിനകത്തേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് രസത്തിന് എത്ര രസമാണോ വേണ്ടത് അതിനാവശ്യമായിട്ടുള്ള വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ഇതിനകത്തേക്ക് നമുക്ക് ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പിട്ട് കൊടുത്തൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ വെളുത്തുള്ളി എടുത്ത് ഇച്ചിരി നന്നായിട്ട് ചതച്ചിട്ട് ഇതിനകത്തേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നല്ലൊരു ടേസ്റ്റ് കിട്ടും വെളുത്തുള്ളിയുടെ. അത് കഴിഞ്ഞിട്ട് നമ്മൾ നന്നായിട്ട് തിളയ്ക്കാൻ വയ്ക്കണം. നന്നായിട്ട് തിളച്ചൊന്ന് വറ്റി വരുമ്പോഴത്തേക്കിനും നമുക്ക് കുറച്ച് കായപ്പൊടിയും ഒരു പിടി മല്ലിയിലയും കൂടി ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. ഈ മല്ലിയിലയും ഇടുന്നത് നല്ല ടേസ്റ്റാണ് രസത്തിന്, കേട്ടോ. അപ്പോൾ അത്രയായപ്പോൾ നമ്മുടെ സിമ്പിളായിട്ടുള്ള തക്കാളി രസം റെഡി ആയിട്ടുണ്ട്. നമ്മുടെ ചോറിന് വളരെയധികം ടേസ്റ്റി ആയിട്ട് നമുക്ക് കഴിക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നിടം വരെ ടാറ്റാ, ബൈ, സി.